കോടതി മുറിയിൽ നിന്ന് ഈ വധശിക്ഷ കേട്ടത് സ്റ്റെഫിനാണ്. സ്റ്റെഫിൻ ഏത് രീതിയിലായിരുന്നു, എന്തായിരുന്നു ആ കോടതിയിലെ സാഹചര്യങ്ങൾ, കോടതിയിലെ സന്ദർഭങ്ങൾ, അവിടെ വിധി കേൾക്കുമ്പോൾ എന്തായിരുന്നു ഗ്രീഷ്മയുടെ പ്രതികരണം, എന്തായിരുന്നു ഷാരോണിന്റെ കുടുംബത്തിന്റെ പ്രതികരണം? മാർഷൽ, നിറകണ്ണുകളോടെയാണ് യഥാർത്ഥത്തിൽ ഷാരോണിൻ്റെ കുടുംബം ഈ വിധി പ്രസ്താവം ഉടനീളം കേട്ട് നിന്നത്. അമ്മയുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ അമ്മ കോടതിയിൽ വന്ന ആ സമയം മുതൽ അവരുടെ മതാചാരപ്രകാരം ഈ ജപമാല എന്നൊക്കെ പറയും, അതൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയും അതോടൊപ്പം കലങ്ങി നിൽക്കുന്ന അച്ഛനെയും സഹോദരനെയും ഒക്കെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഈ കോടതി നടപടികൾ തുടങ്ങിയതോടുകൂടി ഈ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും ഓരോ നിരീക്ഷണങ്ങളും പ്രത്യേകിച്ച് കോടതി അക്കമിട്ട് നിരത്തുകയുണ്ടായി. അപ്പോഴെല്ലാം തന്നെ യാതൊരു തരത്തിലുള്ള വികാരവും ഇല്ലാതെ തലകുനിച്ച് കോടതിക്ക് മുന്നിൽ ഇരിക്കുന്ന പ്രതി ഗ്രീഷ്മയും അതോടൊപ്പം തന്നെ അമ്മാവനെയുമാണ്, നിർമ്മൽ കുമാരൻ നായരെയുമാണ് കണ്ടത്. അപ്പോഴെല്ലാം തന്നെ ഈ കുടുംബം കോടതിക്ക് അകത്തുണ്ടായിരുന്നു. ഈ ജഡ്ജി വന്ന ഉടൻ തന്നെ ഈ കുടുംബത്തോട് അകത്ത് കയറണം എന്നാവശ്യപ്പെട്ടു. ഈ വിധി പറയുമ്പോൾ, ഈ കോടതിയുടെ നിരീക്ഷണം പറയുമ്പോൾ അത് കുടുംബം കേൾക്കണമെന്നൊരു നിർബന്ധം കോടതിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനോട് പ്രത്യേക നിർദ്ദേശം നൽകി അവരെല്ലാം തന്നെ അകത്തേക്ക് കയറ്റണം, ഷാരോണിൻ്റെ അച്ഛനെയും അമ്മയും സഹോദരനെയും അവിടെ വന്നിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ഒക്കെ തന്നെ അകത്തേക്ക് കയറ്റണമെന്ന് പറഞ്ഞ് കോടതി അകത്തേക്ക് അവരെ വിളിച്ചു കയറ്റി ഒരു ഭാഗത്ത് കസേരയിട്ട് കൊടുത്ത് അവിടെ ഇരുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് മറ്റ് വിധി പ്രസ്താവത്തിലേക്കെല്ലാം കോടതി നീങ്ങിയത്. ആ സമയമെല്ലാം തന്നെ യാതൊരു തരത്തിലുള്ളൊരു വികാരവുമില്ലാതെ ആ കോടതി മുറിക്കുള്ളിൽ ഗ്രീഷ്മയും അതോടൊപ്പം തന്നെ ഒന്നാം പ്രതിയും അവിടെ തന്നെ തുടരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഈ വിധി പ്രസ്താവിച്ച് കുടുംബം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു വധശിക്ഷ പ്രതിക്ക് കോടതി വിധിച്ചതോടുകൂടി തൊഴുകൈകളുമായി കോടതിക്ക് മുന്നിൽ നിൽക്കുന്ന അച്ഛനെയും അമ്മയും കുടുംബാംഗങ്ങളെയുമാണ് നമ്മൾ കണ്ടത്. അവർ കോടതി മുറിക്കകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ ഒരു സംശയം കൂടി, അതായത് കോടതി നടപടികൾ നടക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ ഗ്രീഷ്മ നിൽക്കുമ്പോൾ വളരെ വിശദമായിട്ടുള്ള ഒരു ബ്രീഫിംഗ് നടത്തുന്നുണ്ട് ജഡ്ജി. ഇത് നടത്തുന്ന സമയത്ത് എന്തായിരുന്നു ഗ്രീഷ്മയുടെ ഒരു മുഖഭാവം? നിർഭീകമായി കുനിഞ്ഞു നിൽക്കുകയായിരുന്നു, അതോ ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന നമ്മൾ ആദ്യം കണ്ടിരുന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോൾ ഗ്രീഷ്മയുടെ മുഖത്തുണ്ടായിരുന്നു? അപ്പോൾ അസൽ തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ വന്ന ആ സമയം മുതൽ തന്നെ കയറി വരുമ്പോൾ, മാധ്യമങ്ങൾക്ക് മുന്നിലേക്കൊക്കെ വരുമ്പോൾ ആദ്യം ഗ്രീഷ്മ കരഞ്ഞുകൊണ്ടൊക്കെയാണ് വന്നതെങ്കിൽ പോലും കോടതിക്കകത്തേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള വികാരവുമില്ലാതെ ഇതൊരു പ്രതീക്ഷിച്ച വിധി എന്ന തരത്തിൽ ആണ് ഗ്രീഷ്മയുടെ മുഖഭാവം ഉണ്ടായിരുന്നത്. കാരണം തല കുനിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം, കോടതിയുടെ ഓരോരോ നിരീക്ഷണങ്ങളും ഗ്രീഷ്മ കേട്ടുകൊണ്ടിരുന്നു. പ്രത്യേകിച്ചും പല തരത്തിലുള്ള വാദമുഖങ്ങൾ ഈ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ അന്തിമ ഈ വിചാരണയുടെ വേളയിൽ പോലും പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ഈ കൊലപാതകത്തിന് സന്ദർഭം ഉണ്ടാക്കിയത് ഷാരോണാണ്, ഷാരോണിൻ്റെ പലതരത്തിലുള്ള പ്രവൃത്തികളും ഈ കൊലപാതകത്തിന് കാരണമായിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം ഈ പ്രായത്തിൻ്റെ ആനുകൂല്യവും അതോടൊപ്പം സ്ത്രീ എന്നൊരു പരിഗണനയും പ്രതിക്ക് ലഭിക്കണമെന്ന കാര്യമൊക്കെ തന്നെ പ്രതിഭാഗം പറയുകയുണ്ടായി. പക്ഷേ എന്നാൽ അതൊന്നും കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ ഇന്നത്തെ ഒരു നിരീക്ഷണം. ഇതെല്ലാം പറയുമ്പോഴും യാതൊരു തരത്തിലുള്ളൊരു വികാരവും ഇല്ലാതെ തല കുനിച്ച് ഇരിക്കുന്ന പ്രതിയാണ് കണ്ടത്. ഒപ്പം തന്നെ നിർമ്മൽ കുമാരൻ നായർ, അദ്ദേഹവും ഈ കോടതി നടപടികൾക്ക് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് തന്നെ കോടതിയിൽ എത്തിച്ചേർന്നിരുന്നു. ആ സമയമൊക്കെ തന്നെ അദ്ദേഹവും അവിടെ ഇങ്ങനെ യാതൊരു വികാരവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ ചുണ്ടും കൈയും ഒക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ തരത്തിൽ കോടതിയിൽ നിന്ന് ആ വിധി കേൾക്കുമ്പോഴെല്ലാം തന്നെ യാതൊരു വികാരവുമില്ലാതെ 2 പ്രതികളും നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഈ ആസൂത്രിതമായിട്ടായിരുന്നു ഈ കൊലപാതകം എന്നുള്ളത് കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ ഈ കോടതിയെ പ്രതിഭാഗം അറിയിച്ചത് ഇതിന് സന്ദർഭമുണ്ടാക്കിയത്, ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഷാരോണാണ്. അതുകൊണ്ട് തന്നെ ഒരു പരമാവധി ശിക്ഷ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ളൊരു ആനുകൂല്യം പ്രതിക്ക് ലഭിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ പോലും അതൊന്നും തന്നെ കോടതി കണക്കിലെടുക്കുന്നില്ല. കാരണം ഷാരോണിൻ്റേത് ഒരു പ്രണയമായിരുന്നു, നിസ്വാർത്ഥമായൊരു സ്നേഹമായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി നിരീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വീട്ടിലേക്ക് പലതവണ ഷാരോണിനെ വിളിച്ചപ്പോൾ, ജ്യൂസ് നൽകിയപ്പോൾ ഗ്രീഷ്മയുടെ പദ്ധതി ഷാരോണിന് അറിയില്ലായിരുന്നു. അതോടൊപ്പം സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു സന്ദേശമാണ് ഈ കേസിലൂടെ സമൂഹത്തിന് നൽകപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് അർഹമായൊരു ശിക്ഷ നൽകണമെന്നുള്ള കാര്യവും കോടതി നിരീക്ഷിച്ചു. ഒപ്പം തന്നെ ഈ മാധ്യമ ശ്രദ്ധ ഇത്രയധികം കൂടുതൽ ലഭിച്ചതുകൊണ്ട് തന്നെ വിധി പ്രസ്താവം ആ തരത്തിലല്ല, ഈ കോടതിക്ക് തോന്നിയതാണ്, ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു വിധി പ്രസ്താവത്തിലേക്ക് കോടതി എത്തുന്നതും എന്നും കോടതി പറഞ്ഞിരുന്നു. അതോടൊപ്പം 307 IPC അത് തെളിഞ്ഞിരുന്നു.
ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതി മുറിയിൽ നിന്നും ഗ്രീഷ്മയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു കുടുംബം പ്രതീക്ഷിച്ചൊരു വിധി തന്നെയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ കാണുന്ന സ്ഥലത്തൂടെ ഒരു പക്ഷേ ഗ്രീഷ്മയെ പുറത്തേക്ക് ഇറക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതോടൊപ്പം